ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അതിഥിസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പൊറോട്ടയും മുട്ടക്കറിയുമാണ്. എല്ലാവരുടെയും ഫേവറേറ്റ് ഡിഷായ പൊറോട്ട നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം. വെറും 10 മിനിറ്റ് ഉപയോഗിച്ചാണ് ഞാൻ ഈ പൊറോട്ട ഉണ്ടാക്കുന്നത്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഇത് ഉണ്ടാക്കാം. എല്ലാവർക്കും പൊറോട്ട ഉണ്ടാക്കാൻ അറിയുമായിരിക്കും, എന്നാൽ അറിയാത്തവർക്ക് വേണ്ടിയാണ് ഞാനിത് കാണിക്കുന്നത്. അപ്പോൾ ഇതെൻ്റെ ഫ്രണ്ടിൻ്റെ റിക്വസ്റ്റ് പ്രകാരമാണ് ഞാനിതിവിടെ ചെയ്യുന്നത്. കുറേ നേരം കുഴച്ച് വെച്ച് ആക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. വെറും 10 മിനിറ്റ് ഉപയോഗിച്ച് നമുക്ക് പൊറോട്ട ഉണ്ടാക്കിയെടുക്കാം. ഇതിനു വേണ്ടി ഞാനിവിടെ 1.5 കപ്പ് മൈദയാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 2-3 കപ്പ് മൈദ എടുക്കാം. ഞാനിവിടെ വളരെ കുറച്ച് പൊറോട്ട മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ, അതുകൊണ്ടാണ് 1.5 കപ്പ് മൈദ എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ചെറു ചൂടുവെള്ളത്തിൽ നമുക്കിത് കുഴച്ചെടുക്കാം. ഞാനിതിൽ വേറെ ഒന്നും ആഡ് ചെയ്തില്ല, മുട്ടയോ പാലോ അങ്ങനെ ഒന്നും ആഡ് ചെയ്യുന്നില്ല. വെറും ഉപ്പ് മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയാണ് ചെറു ചൂടുവെള്ളത്തിൽ കുഴച്ചെടുക്കുന്നത്. കുറച്ച് വെള്ളമൊഴിച്ച് നല്ല സോഫ്റ്റാക്കി കുഴച്ചെടുക്കണം. കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. നമ്മുടെ ഡഫ് റെഡിയായി കഴിഞ്ഞു. ഇനി ഒരു 10 മിനിറ്റ് നേരത്തേക്ക് റെസ്റ്റ് ചെയ്യണം. ഇനി നമുക്ക് മുട്ടക്കറി ഉണ്ടാക്കാൻ വേണ്ടി ഒരു 4 മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. മുട്ടക്കറി ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ നേരത്തെ വേവിച്ച് വെച്ച മുട്ട നല്ലപോലെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നീട് ഒരു ഉള്ളി നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ആവശ്യത്തിനുള്ള മല്ലിയില എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നീട് നമുക്ക് വേണ്ടത് 1 കപ്പ് തേങ്ങയാണ്. തേങ്ങ ചിരവി വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ ഒരു 4-5 കാഷ്യൂനട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നീട് 2 ഗ്രീൻ ചില്ലി നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് കറിവേപ്പില, പിന്നീട് 2 ടേബിൾ സ്പൂൺ എഗ്ഗ് കറി മസാല പൗഡർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ ആച്ചിയുടെ എഗ്ഗ് കറി മസാല പൗഡറാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ അടുത്തില്ലെങ്കിൽ ഗരം മസാലയോ ചിക്കൻ മസാലയോ ഉപയോഗിക്കാം. ഇത്രയും സാധനങ്ങൾ ഇതിനു വേണ്ടി ആവശ്യമാണ്. ഇനി നമുക്ക് ഈ ചിരകി വെച്ച തേങ്ങയും കാഷ്യൂനട്ടും ഒരു മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കണം. നല്ല ഫൈൻ പേസ്റ്റാക്കി അരച്ചെടുക്കേണ്ടതുണ്ട്. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് ഫ്ലെയിം ഓൺ ചെയ്തതിന് ശേഷം ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ നല്ലപോലെ ചൂടായി വന്നതിന് ശേഷം അരിഞ്ഞു വെച്ച ഉള്ളി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കണം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഗ്രീൻ ചില്ലി കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കണം. ഇത് നല്ലപോലെ വഴന്ന് വന്നതിന് ശേഷം നമുക്ക് ക്രഷ് ചെയ്ത് വെച്ച ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടി അതിലേക്ക് ഇട്ട് കൊടുത്ത് വഴറ്റിയെടുക്കാം. കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കാം. പിന്നീട് നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുളക് പൊടി ചേർത്തിട്ട് വഴറ്റിയെടുക്കാം. പിന്നീട് നമുക്കതിലേക്ക് മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നേരത്തെ എടുത്ത് വെച്ച ആ എഗ്ഗ് കറി മസാല പൗഡർ കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഈ പൊടികളുടെ പച്ചമണമൊക്കെ മാറുന്നത് പോലെ നല്ലപോലെ വഴറ്റിയെടുക്കണം. ഇത് നല്ലപോലെ വഴന്ന് വന്നതിന് ശേഷം അരിഞ്ഞു വെച്ച തക്കാളിയും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കണം. തക്കാളിയും നല്ല സോഫ്റ്റ് ആകുന്നവരെ വഴറ്റിയെടുക്കണം. ഇപ്പോൾ നമ്മുടെ തക്കാളി നല്ലപോലെ സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അരച്ച് വെച്ച പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കണം. നിങ്ങളുടെ കൺസിസ്റ്റൻസിക്ക് അനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്കതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം മൂടി വെച്ച് കുറച്ച് നേരം വേവിച്ചെടുക്കണം. നല്ലപോലെ തിളച്ച് വന്നതിന് ശേഷം മല്ലിയിലയിട്ട് വീണ്ടും 1 മിനിറ്റ് അടച്ച് വേവിക്കണം.
നമ്മുടെ എഗ്ഗ് കറി ഇവിടെ റെഡിയായി കഴിഞ്ഞു. എഗ്ഗ് മസാല റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്കതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. നല്ല അടിപൊളി എഗ്ഗ് മസാല ഇവിടെ റെഡിയായി കഴിഞ്ഞു. നമ്മുടെ പൊറോട്ടയ്ക്ക് വേണ്ടിയുള്ള എഗ്ഗ് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പൊറോട്ട ഉണ്ടാക്കിയെടുക്കാം. അതിനു വേണ്ടി നേരത്തെ കുഴച്ച് വെച്ച മാവ് കൗണ്ടർ ടോപ്പിലിട്ട് റോൾ ചെയ്ത് നമുക്കതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഉരുളകളാക്കിയെടുക്കാം. ഇങ്ങനെ ഓരോ ഉരുളകളും ആക്കിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ എല്ലാ ഉരുളകളും ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്കത് പരത്തിയെടുക്കണം. വളരെ തിന്നായിട്ട് വേണം പരത്തിയെടുക്കാൻ. വളരെ തിന്നായി പരത്തിയെടുത്തിട്ട് നമ്മൾ ഇതിങ്ങനെ 2 കൈ കൊണ്ടും എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. കണ്ടില്ലേ, ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. ഇത് നമ്മുടെ പൊറോട്ടയ്ക്ക് നല്ല ലെയർ കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുത്തിട്ട് വേണം ചെയ്യാൻ. ഇനി ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് കുറച്ച് നീട്ടി വലിച്ച് ഇതുപോലെ ഒന്ന് ചുറ്റിയെടുക്കണം. അങ്ങനെ നമ്മുടെ ഓരോ ഉരുളകളും ഇതുപോലെ ചെയ്തെടുക്കണം. ഇനി നമുക്ക് അടുത്ത ഉരുളയും കൂടി എടുത്തിട്ട് ചപ്പാത്തിക്കോല് കൊണ്ട് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. കണ്ടില്ലേ, ഇതുപോലെ തിന്നായിട്ട് പരത്തിയെടുക്കണം. വീണ്ടും നമുക്കിതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഇതുപോലെ ഫോൾഡ് ചെയ്തെടുത്തിട്ട് ചുറ്റിച്ചെടുക്കണം. നമ്മുടെ എല്ലാ ഉരുളകളും പരത്തിയെടുത്ത് ഫോൾഡ് ചെയ്ത് ചുറ്റിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത് കുറേ നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാനിപ്പോൾ തന്നെ ചുട്ടെടുക്കുകയാണ്. ഇനി ഓരോ ഉരുളയും എടുത്തിട്ട് ചപ്പാത്തിക്കോല് കൊണ്ട് പരത്തിയെടുക്കാം. വളരെ കനം കുറച്ച് വേണം ഇത് പരത്തിയെടുക്കാൻ. അപ്പോഴേക്കും നമ്മുടെ പാൻ ഇവിടെ ചൂടായി കഴിഞ്ഞു. അതിലേക്ക് കുറച്ച് എണ്ണ തൂവി കൊടുത്തിട്ട് നമ്മൾ പരത്തി വെച്ച ഈ പൊറോട്ട ഇതിലേക്കിട്ട് ചുട്ടെടുക്കാം. കുറച്ചൊന്ന് ചൂടായി വന്നതിന് ശേഷം അതിൻ്റെ മുകളിൽ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് മറിച്ചിട്ട് കൊടുക്കാം. 2 സൈഡും മറിച്ചിട്ട് വേവിച്ചെടുക്കണം. എല്ലാ ഉരുളകളും ഇതുപോലെ പരത്തിയെടുത്ത് ചുട്ടെടുക്കാം. പരത്തുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ ലെയറൊക്കെ ഇങ്ങനെ വിട്ടു നിൽക്കുന്നത്. കണ്ടില്ലേ? ഇനി നമുക്ക് ഈ പൊറോട്ടയും കൂടി ചുട്ടെടുക്കാം. പാനിലേക്കിട്ട് കുറച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കണം. 2 സൈഡും എണ്ണ തൂവി കൊടുക്കണം. ഇനി നമുക്കതൊന്ന് മറച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്ക് റെഡിയാക്കി വെച്ച പൊറോട്ട കൗണ്ടർ ടോപ്പിലേക്ക് വെച്ച് 4 വശത്തും ഒന്ന് അടിച്ചെടുക്കണം. എന്നാൽ മാത്രമേ അതിൻ്റെ ലെയറൊക്കെ വിട്ട് വരികയുള്ളൂ. കണ്ടില്ലേ, ലെയറൊക്കെ വിട്ട് വന്നിട്ടുണ്ട്. നോക്കിയേ, നല്ല അടിപൊളി പൊറോട്ടയാണ് കേട്ടോ. അതിൻ്റെ ലെയറൊക്കെ ഇളകി വന്നിട്ടുണ്ട്. വെറും 10 മിനിറ്റ് കൊണ്ടാണ് ഈ പൊറോട്ട ഉണ്ടാക്കിയെടുത്തത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ടയാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി അങ്ങനെ കുഴച്ച് വെച്ച് കാത്തിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കണ്ടില്ലേ, അടിപൊളി പൊറോട്ടയും മുട്ടക്കറിയും ഇവിടെ റെഡിയായി കഴിഞ്ഞു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണിത്. അപ്പോൾ നിങ്ങൾക്കെല്ലാം എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.